വണ്ടി ഇപ്പം വരുമെന്നാണ് പറഞ്ഞത്. ചേട്ടാ പതുക്കെ പോ പതുക്കെ പോ പതുക്കെ പോ പതുക്കെ പോ. പതുക്കെ പോ, തെന്നി വീഴും. വണ്ടി ഇപ്പം വരുമെന്നായാലും വിളിച്ച് പറഞ്ഞു നമ്മളെ. ഞാൻ റോഡിലുണ്ടെന്ന് പറഞ്ഞു. പലരും കൈ കാണിക്കുമ്പോഴേ ഒന്നും സ്ലോ പോലും ആക്കുന്നില്ല. ആളുകൾക്ക് പേടിയോ എന്തോ ആണെന്ന് തോന്നി. ഇത്രയും ഇവിടെ ഞാൻ കണ്ടോ കാടൊക്കെ പറിച്ചിട്ടിട്ടുണ്ടെങ്കിലും നമ്മളാ കഴിയുന്നത് ചെയ്യുക. ഒരു അപകടം വേണ്ട. ഇത്രയും മെറ്റലിവിടെ കിടപ്പുണ്ട്. പതുക്കെ പോവാം, മെറ്റിലെ തന്നെ വീഴാതിരിക്കാന്. ആ എവിടെയാണ് കിടക്കുന്നത്? അതെ, ഒരു എൻ്റെ വണ്ടി തെന്നിയപ്പോഴാണ് ഞാൻ ഇറങ്ങി നോക്കി. അപ്പം നന്നായിട്ട് കിടപ്പുണ്ട്. അപ്പം ആളുകൾ നല്ല സ്പീഡിലാണ് വരുന്നത്. പോലീസാ. പതുക്കെ പോ പതുക്കെ പോ. ഇല്ല, അവർ വരട്ടെ. എന്തായാലും ഞാനിവിടെ വരെ ഇത്രയും നേരം നിന്നില്ലേ, അപ്പോൾ ബാക്കി ഇവിടെ നോക്കിയിട്ട് പോകാമെന്ന് വെച്ചു. നിങ്ങൾ നിന്നു, നിങ്ങളുടെ ഡ്യൂട്ടി എനിക്ക് ഏറ്റെടുക്കാൻ പറ്റത്തില്ല എങ്കിലും കുഴപ്പമില്ല. ഫയറും കൂടെ വരട്ടെ. ഇല്ല, ഞാൻ തെന്നി. അപ്പോൾ മറ്റൊരാൾ തന്നെ വീടെടുത്തെന്ന് കണ്ടോടെ നമ്മൾ ഒരുപാട് പേര് ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളതിനുള്ളൊരു സാഹചര്യം വീണിട്ടെടുത്തുകൊണ്ട് പോയി പേരുണ്ടാക്കുന്നതിലും നല്ലതല്ലേ. ഞാനിവിടെ വന്നപ്പോൾ ആദ്യം എനിക്കൊരു സംശയം, ഇതിൻ്റെ ഈ ടാറ് വല്ലതും ഇങ്ങനെ വലിച്ചു കളഞ്ഞതാണോ എന്നൊരു സംശയം. തിരിച്ചു വന്ന് നോക്കിയപ്പോഴാണ് ഇത്രയും മെറ്റൽ ഇവിടെ കിടപ്പുണ്ട്. നമ്മൾ കൈ കാണിച്ചിട്ട് തന്നെ ആളുകൾ ഇതൊക്കെ തെന്നി പോകുന്നുണ്ട്. അപ്പം ഞാൻ പിന്നെ സാധനം എല്ലാം പറിച്ചിട്ട് തന്നെയാണ്. എന്തോ ചെയ്യാനാണ്. ഇപ്പോൾ അവർ വന്നിട്ടുണ്ട്. ഇപ്പം ഇവിടെ എത്തും അവർ. ഇപ്പം വിളിച്ച് ഇപ്പോൾ എത്താമെന്ന് പറഞ്ഞു. ഇത് സാറേ, ഇത് പർപ്പസ്ഫുള്ളി ഇടുന്നതാണോന്ന് സംശയമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അല്ല, ഇതിനകത്ത് പറയാനൊരു കാരണമുണ്ട്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക ദിവസവും വലിയ കല്ലുകൾ ഈ റോഡിൽ നിന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. വലിയ കല്ല് സാധാരണ നമ്മൾ മേളിൽ നിന്ന് വീടുവാണെങ്കിൽ കല്ല് പൊട്ടും അല്ലേ. പൊട്ടാത്ത കല്ലുകൾ ഈ റോഡിൽ നിന്ന് ഒരുപാട് ഞാൻ എടുക്കുന്നുണ്ട്. ഞാനിപ്പം വീഡിയോ പിടിച്ച് ഞാൻ അങ്ങനെ ഇടുന്നുണ്ട്. ഞാൻ ഒരു 3-4 ഒരു 5-10 ആകുമ്പോൾ ഞാനത് കോടതിയിലോട്ട് വിടാമെന്ന് വെച്ചിരിക്കുക. കാരണം വെച്ചാൽ ഒരു വണ്ടിയിൽ നിന്ന് ഉരുണ്ട് വീഴുന്നൊരു കല്ലാണെങ്കിൽ അത് ചെതറും, അല്പമെങ്കിലും പൊട്ടും. ഒരു പൊട്ടലും ഇല്ലാതെ റോഡിൻ്റെ നടുക്ക് ജംഗ്ഷനുകളിൽ ഇവിടെയും വൈറ്റില, പാലാരിവട്ടം, ഈ 3 സ്ഥലത്ത് ഇത് ഉറപ്പായിട്ടുണ്ട് മിക്ക ദിവസങ്ങളിലും. ആളുകൾ കണ്ടാൽ നോക്കത്തില്ല, അവർ വെട്ടിച്ചങ്ങ് പോകത്തേ ഉള്ളൂ. അപ്പോൾ കുറച്ചുകൂടെ എണ്ണം ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്കിതൊക്കെ ഒന്ന് കണ്ടുപിടിക്കണം. ഇവർ ഈ ഹോസ്പിറ്റലുകാർ കൊണ്ട് ഇടുന്നതാണെന്ന് എൻ്റെ ഒരു പ്രാഥമിക നിഗമനം.
ഈ വണ്ടി ഒന്ന് മാറ്റിക്കോ. ഈ സൈഡിലിടുവാണെങ്കിൽ ഇവിടെ നമുക്ക് എടുത്ത് ഓടിച്ചു വിടാൻ പറ്റും. ഇന്ന് ഞാൻ കുറച്ചുകൂടെ പുറകോട്ട് ഇല ഞാനാ പറിച്ചിട്ട്. ഫയർ വന്നു. അവർക്ക് അതിൻ്റെ സീരിയസ്നെസ് ഇപ്പോഴാണ് പിടികിട്ടിയത്. അങ്ങോട്ട് കയറുമോ സാറേ? തിരിച്ച് പിന്നെ ഇങ്ങോട്ട് ഇറങ്ങി വരുമോ? അത് അങ്ങോട്ട് വിടണോ? അപ്പുറത്തെ സൈഡിലോട്ട് വിടണോ? അത് ഇങ്ങോട്ട് തന്നെ ഇറങ്ങിപ്പെടുത്തി. ചരിവ് അങ്ങോട്ടല്ലേ സാറേ? അതുകൊണ്ടാണ് ചോദിച്ചേ. സാറേ തിരിച്ചടിക്കുവാണെങ്കിലേ ഒറ്റയടിക്ക് അങ്ങനെ സൈഡിലോട്ട് പോയിക്കോളൂ. ആ ഓക്കെ. ഇവിടെയുണ്ട് സാറേ. ഇങ്ങോട്ട് വരണം, വണ്ടി വരണം. അങ്ങോട്ട് എത്തണ്ടേ? ഇച്ചിരി അങ്ങോട്ട് ഇച്ചിരി ഒന്ന് തള്ളി നിന്നാൽ മതി. അങ്ങോട്ട് തള്ളി നിന്നാൽ മതി. ആ കുറച്ച് റിവേഴ്സ് എടുത്താൽ മതി. അപ്പം ഇങ്ങനെ പോരും. ഒരു 10 മീറ്റർ റിവേഴ്സ് എടുത്തു. എവിടെ ഇറക്കിയെന്നാ? മതി, അത് മതി. അവിടം വരെയല്ലേ ഉള്ളൂ, അത് മതി. സാറേ ഇവിടെ ഒന്ന് കയറ്റി അടിച്ചേക്കെ. ഈ സൈഡ് ഒന്ന് കയറ്റി അങ്ങ് പിടിക്കും. എന്തായാലും ഒരു കൃത്യസമയത്ത് പോലീസും എല്ലാവരും തന്നെ എല്ലാ ഭാഗത്തുനിന്നും വന്നു. അപ്പോൾ നമുക്ക് എടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അത് വളരെ വിജിലൻ്റായിട്ട് അവർക്ക് അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലായി അവരത് അതിന് വേണ്ടിയിട്ട് ഉത്സാഹത്തോടെ വരികയാണ് ചെയ്തത്. വളരെ പെട്ടെന്ന് തന്നെ എത്തി. നമ്മൾ വിളിച്ചറിയിച്ച ഉടനെ തന്നെ വന്നു.
യൂണിറ്റാണ് ഇത്? NGO കോട്ടേഴ്സ്. നിങ്ങൾ തൃക്കാക്കര സ്റ്റേഷനല്ലേ? അപ്പോൾ തൃക്കാക്കര സ്റ്റേഷനിൽ നിന്നാണ് വന്നിരിക്കുന്ന പോലീസുകാർ. ഇത് NGO കോട്ടേഴ്സ് അല്ലേ? നമ്മുടെ NGO കോട്ടേഴ്സ് ഫയർ സ്റ്റേഷനല്ലേ? NGO കോട്ടേഴ്സ് ഫയർ സ്റ്റേഷനിൽ നിന്നാണ് വന്നിരിക്കുന്നത്. കൺട്രോൾ റൂമിൽ നിന്നും വണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ രണ്ടും കൺട്രോൾ റൂമാണല്ലേ? തൃക്കാക്കര സ്റ്റേഷൻ പരിധിയിലാണ്. പക്ഷേ കൺട്രോൾ റൂമിൽ നിന്നാണ് നമ്മൾ വിളിച്ച് പറഞ്ഞ ഉടനെ തന്നെ രാവിലെ ഡ്യൂട്ടിയുടെ ഉറക്കച്ചടവിലായിരുന്നിട്ട് അവർ വളരെ പെട്ടെന്ന് എത്തി. അപ്പോൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. വളരെ നല്ല ഒരു സേവനമാണ് അവർ നമുക്ക് ചെയ്തിരിക്കുന്നത്. ഉടനെ തന്നെ വന്ന് ചെറിയൊരു കാര്യമാണ് നമ്മൾ വിളിച്ചു പറിച്ചിട്ട് മെറ്റിൽ കിടപ്പുണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. വേറൊന്നും ചോദിച്ചില്ല. ഉടനെ തന്നെ ഫയറും ഇവരും എല്ലാം തന്നെ പെട്ടെന്ന് വരികയായിരുന്നു. അവർ തന്നെ അറേഞ്ച് ചെയ്തു വരികയായിരുന്നു. വളരെ നന്ദി, താങ്ക് യു. അപ്പോൾ എന്തായാലും ഒരു അപകടം വന്നില്ല, അതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം.